ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഗായ്സ്. അപ്പോൾ അതുവരെ ഈ വീഡിയോ കാണുന്ന അഭിനവ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സഹായിക്കുക ഗായ്സ്. അപ്പം എന്ന് വെച്ചാൽ ആ വലിയ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഗായ്സ്, നമ്മുടെ അമ്മണിക്കുട്ടി പ്രസവിക്കാൻ പോവുകയാണ് ഗായ്സ്. ആണ് ഞാൻ പറയുന്ന സന്തോഷ വാർത്ത ഗായ്സ്. കണ്ടു, അമ്മണിയുടെ വയറിൽ കൊച്ചുണ്ട് ഗായ്സ്. കണ്ടു ഗായ്സ്, കണ്ടു അമ്മണിക്ക് ഇപ്പം പാല് വരാറായില്ല ഗൈസ്. അമ്മണി കൊച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും വലിയ പാല് കിട്ടും ഗൈസ്, അമ്മണിയുടെ ശുദ്ധമായ പാല്. കണ്ടു ഗൈസ്, അമ്മണി ഇപ്പം പ്രസവിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ഓടി വന്നിട്ട് വീഡിയോ എടുത്തത് ഗൈസ്. അപ്പം കണ്ടു ഗൈസ്, അമ്മണി ഇപ്പം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മണി പ്രസവിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇത് എടുത്തു വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേദിവസമാണ് ഇവർ പ്രസവിക്കാൻ അറിഞ്ഞത്. വിഷുവിനാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മണി നമ്മൾ പ്രസവിച്ച് ഗൈസ്, കൊച്ചുണ്ടായി ഗൈസ്. കണ്ടു ഗൈസ്, ഇതാണ് അമ്മണിയുടെ കൊച്ച്. അമ്മണിക്ക് ചെറിയൊരു ചായ ഉണ്ട്, ഇവനാണാണ് ഗൈസ്. ഞങ്ങൾ മണിക്കൂറിനെന്ന് പേരിട്ടു ഗൈസ്. കണ്ടു, അവൻ വെള്ളവും വൈക്കോലൊക്കെ കുടിക്കാനൊക്കെ തുടങ്ങി ഗൈസ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം ഗൈസ്, അമ്മണിക്ക് ഇങ്ങനത്തെ ഒരു കൊച്ചുണ്ടായത് കൊണ്ട് ഗൈസ്. എനിക്കിങ്ങനെ ചില സമയത്തൊക്കെ പാല് കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓടിക്കളിക്കും. എൻ്റെ അപ്പൊക്കെ ഓടാനൊക്കെ തുടങ്ങും ഗൈസ്. എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. അവരെ കണ്ണൊക്കെ എഴുതിയ പോലെയൊക്കെ ആണ് അവൻ്റെ വേല് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അവന് കാലൊക്കെ നീണ്ട കാലാണ്. കണ്ടോ ഗൈസ്, അവന് ഓടാനും ചാടാനൊക്കെ ഇപ്പം 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ഗൈസ്. അത് 2 ദിവസം കഴിഞ്ഞ ആളാണ് ഗൈസ്. ഏപ്രിൽ 13 രാത്രി 8:30 ഇവർ ജനിച്ചത് ഗൈസ്. ഇവർ പ്രസവിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഡോക്ടർ വന്നിട്ടാണ് ഇവനെ എടുത്തത് ഗൈസ്. അതാണ് സംഭവം. അതുകൊണ്ട് കുറച്ച് വൈകിയൊക്കെ പോയി ഗൈസ്. കണ്ടോ, അവനിപ്പോൾ നന്നായിട്ട് ആക്റ്റീവാണ്. കണ്ടോ, എല്ലാ കാര്യം ചെയ്യണൊക്കെ ഉണ്ട്. അവനിപ്പോൾ നന്നായിട്ട് ആക്റ്റീവായി. അമ്മണി കുറച്ച് ക്ഷീണിച്ചൊക്കെ പോയി ഗൈസ്. അമ്മണി ഇവൻ വരാത്തതുകൊണ്ട് ഡോക്ടറെ എടുത്തല്ല, അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു സന്തോഷവാർത്തയും കൂടെ വന്ന് ഇന്ന് എൻ്റെ അമ്മ പോകാൻ പോവുകയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. കാരണം എൻ്റെ അമ്മനെ പോലെ തന്നെയാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു മെമ്പറും കൂടെ വരാൻ പോവുകയാണ്. അതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷ വാർത്ത. അവർക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചു അവർക്കൊക്കെ നന്ദി. ഇങ്ങനെ നല്ലൊരു കൊച്ചുണ്ടാവാൻ പോലെ അതുപോലെ എൻ്റെ അമ്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു ഗൈസ്. അപ്പം എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ നോക്കിയതിന് അത്ര ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തുള്ളൂ. എനിക്ക് സമയം കിട്ടിയതിൻ്റെ അത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ബൈ, നമുക്ക് അടുത്ത സന്തോഷ വാർത്തയായിട്ടും അടുത്ത ദിവസം വരാം. ടാറ്റാ.